വചനപ്രകാശം. ആരിലും വ്യർത്ഥമായ ഭക്തി ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, വില കൊടുത്താൽ കിട്ടുന്നതാണോ ഭക്തി? അത് ഹൃദയത്തിൽ ജനിക്കണം, അല്ലേ? ഹൃദയം ഇങ്ങനെ ഭക്തി കൊണ്ട് നിറയണം. ഹൃദയത്തിൽ നിറയുന്ന ഭക്തിയാ മുഖത്ത് പ്രതിഫലിക്കുന്നത്. ഹൃദയം നിറയെ സ്നേഹം, ഭക്തി. യേശു ക്രിസ്തുവിനോടായാലും പരിശുദ്ധ കന്യാമറിയത്തോടായാലും നമ്മളിലുണ്ടാകുന്ന ഭക്തി, അതിന്റെ പ്രഭവ കേന്ദ്രം ഹൃദയമാണ്. ഹൃദയം ദുഷിച്ചതാണെങ്കിൽ മക്കളെ, മുഖത്ത് അത് വ്യക്തമാവും. അകത്തുള്ളതേ മുഖത്തേക്ക് വരികയുള്ളൂ. നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് സ്നേഹം, ശാന്തി, ആനന്ദം, നന്മ, ദയ, ക്ഷമ, അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞാൽ മുഖത്തുണ്ടാകുന്നത് സന്തോഷമാ, നിഷ്കളങ്കമായ സന്തോഷം, നല്ല പ്രസന്നമായ മുഖം. ഇതൊക്കെ സമ്മാനിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, ഹൃദയത്തിന്റെ നിറവാണ്. ഹൃദയം ദുഷിച്ചതാണെങ്കിൽ മുഖത്തും അത് പ്രതിഫലിക്കും. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34-ാം തിരുവചനം പറയുന്നു, അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയം എന്താണ് പറയുന്നത്? ഹൃദയം എന്തുകൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ മുഖവും നിറയും. അകത്തും പുറത്തും രണ്ടും രണ്ടാവില്ല. അകത്തൊന്ന്, പുറത്തു മറ്റൊന്ന്. അങ്ങനെ ആവുമോ മക്കളെ? നമ്മുടെ എല്ലാം ഹൃദയം സന്തോഷം കൊണ്ട് നിറയട്ടെ, സ്നേഹം കൊണ്ട് നിറയട്ടെ. അപ്പോൾ നമ്മളിലുണ്ടാകുന്ന ഭക്തി അത് സ്വാഭാവികമായ ഭക്തിയായിരിക്കും. നീ ഒരു ദൈവഭക്തനാണെന്ന്, ദൈവഭക്തയാണെന്ന് വിചാരിക്കുകയും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാതെ, നാവിൽ സദാസമയവും വിലകെട്ട വർത്തമാനം, വിലകെട്ട ഭാഷണം, പരദൂഷണം, ഇതൊക്കെ വന്നിട്ട് അത് നാവിനെ നിയന്ത്രിക്കാത്ത വണ്ണം നീ വിലകെട്ട രീതിയിൽ സംസാരിക്കുകയും നീ നിന്റെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മക്കളെ, നമ്മുടെയൊക്കെ ഭക്തി വ്യർത്ഥമായിരിക്കും, നിരർത്ഥകമായിരിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. യാക്കോബ് 1-ാം അധ്യായം 26-ാം വാക്യം.